ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണ ശ്രമം. ലണ്ടനിലാണ് ആക്രമണ ശ്രമം നടന്നിരിക്കുന്നത്. ലണ്ടനിലെത്തിയ എസ് ജയശങ്കർ കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അവിടേക്ക് ഖാലിസ്ഥാന്റെ പതാകയുമായി ഓടിയെത്തുകയായിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികൾ വലിയ രീതിയിൽ തന്നെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും ഇന്ത്യൻ ദേശീയ പതാക കീറിയെറിഞ്ഞുകൊണ്ടുമാണ് അവർ പാഞ്ഞെടുത്തത്. പക്ഷേ അവിടെ ലണ്ടൻ പോലീസിന്റെ വലിയ ഒരു അനാസ്ഥ, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. You're going to get yourself hurt. Thank you. ഏതായാലും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ വരുന്ന അക്രമകാരിയെ കീഴ്പ്പെടുത്തുന്നതിന് പകരം അവരെ ശാന്തരാക്കി നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്ന ഒരു ലണ്ടൻ പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നിസ്സംഗരായി നിൽക്കുന്ന ഒരു പോലീസ്. ഏതായാലും ഇതിനുശേഷം മന്ത്രിയുടെ വാഹനം അവിടെ നിന്ന് കടന്നു പോയി എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഒരു സുരക്ഷ പോലും ലണ്ടനിൽ ഇല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഖാലിസ്ഥാൻവാദികൾ കുറേ സമയങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചർച്ച നടക്കുന്ന ഈ കെട്ടിടത്തിന് മുൻപിൽ വന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോഴും കാഴ്ചക്കാരായി നിൽക്കുകയാണ് പോലീസുകാർ. അവിടെ നിന്ന് ഈ വാഹനം വരുമ്പോൾ അവിടേക്ക് ഓടിയെത്തുമ്പോൾ ഇവരെ തടുത്തുകൂട്ടി മാറ്റി നിർത്തി സമാധാനിപ്പിക്കുന്ന പോലീസിനെയാണ് കണ്ടത്. ഏതായാലും UK വലിയ രീതിയിൽ തന്നെ കുടിയേറ്റക്കാരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ മറ്റൊരു രാഷ്ട്രത്തലവനെ ഒരു രാജ്യത്ത് വരുത്തി വെച്ചിട്ട് ആ രീതിയിലേക്കുള്ള ഒരു ശ്രമമാണോ നടത്തിയതെന്ന് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ ചർച്ചയായി മാറിയേക്കാം. ഏതായാലും ഒട്ടും ആശ്വാസകരമായ നടപടിയല്ല. കാരണം ഓരോ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഓരോ VIP വരുമ്പോഴും മന്ത്രിമാരും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മൾ നൽകുന്ന സ്വീകരണവും പ്രൊട്ടക്ഷനും എങ്ങനെയാണ് എന്നുള്ളത് വല്ലപ്പോഴുമൊക്കെ വീഡിയോ തുറന്നു നോക്കുന്നവർക്ക് കാണാനും കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.